ഡെയിലി സ്റ്റഡി ഹാബിറ്റ്. ഇപ്പോൾ ഈ ഒരു സംഗതിയുടെ ഇമ്പോർട്ടൻസ് +1 കഴിഞ്ഞപ്പോഴെങ്കിലും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. കാരണം നിങ്ങൾ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, പരീക്ഷ സിമ്പിളാണെങ്കിൽ നിങ്ങൾ വേണമെങ്കിൽ പരീക്ഷ ഒരു മാസം മുമ്പൊക്കെ പഠിച്ചാൽ മതി. പക്ഷേ പരീക്ഷ കുറച്ച് ലെവൽ കൂടിയ പരീക്ഷയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ മാത്സിൽ സംഭവിച്ചു, മിക്ക വർഷങ്ങളിലും 1-2 സബ്ജക്റ്റിൽ സംഭവിക്കാറുണ്ട്. അങ്ങനെ വരുമ്പോൾ ഈ പരീക്ഷയുടെ കുറച്ച് നാൾ മുൻപുള്ള പഠനം നിങ്ങളെ കാര്യമായിട്ട് ഹെൽപ്പ് ചെയ്യില്ല, നല്ലൊരു മാർക്കിലേക്ക് എത്തിക്കാൻ ഹെൽപ്പ് ചെയ്യില്ല. അപ്പോൾ അവിടെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പോകുന്ന ഒരൊറ്റ വഴിയുള്ളൂ, ഒരൊറ്റ സൊല്യൂഷനുള്ളൂ മക്കളെ, ഡെയിലി സ്റ്റഡി പ്ലാൻ അല്ലെ ഡെയിലി സ്റ്റഡി ഹാബിറ്റ്. അപ്പോൾ അത് ഇനിയെങ്കിലും നിങ്ങൾ തുടങ്ങിയില്ലെങ്കിൽ പ്രശ്നമായിരിക്കും +2 എന്നുള്ള കാര്യം മനസ്സിലാക്കുക. കാരണം നിങ്ങൾ ഇപ്പോൾ വിചാരിക്കുകയാണ് എന്നാൽ പിന്നെ മാത്സിൽ മാത്രം ഞാൻ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടും കാര്യമില്ല. കാരണം ഏതാണ് ടഫായിട്ട് വരാൻ പോകുന്ന പരീക്ഷ, ഏത് ലെവലിലാണ് പരീക്ഷ, ഏത് സബ്ജക്റ്റിനാണ് വരാൻ പോകുന്നത് നമുക്ക് നേരത്തെ പ്രെഡിക്റ്റ് ചെയ്യാനേ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏറ്റവും സേഫായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണ്, ആദ്യം മുതൽ തന്നെ വലിയ മോശമില്ലാത്ത രീതിയിൽ, ഭയങ്കര ഭീകരമൊന്നും വേണ്ട, വലിയ മോശമില്ലാത്ത രീതിയിൽ ഡെയിലി പഠിച്ചു പോവുക. ഇനി ഇതെങ്ങനെ ഒരു ശീലം തുടങ്ങും? അപ്പോൾ അതിന് മുമ്പ് ഒരു കാര്യം എനിക്ക് പറയാനുള്ള മക്കളെ, നിങ്ങളെല്ലാവരും അറിയായിരിക്കും, അറിയില്ലെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞുതരാം. നാളെ വൈകുന്നേരം, സൺഡേ വൈകുന്നേരം നമ്മുടെ +2 ചാനലിൽ നമ്മുടെ +2 ഉയരെ ബാച്ചിൻ്റെ ബാച്ച് ലോഞ്ച് നടക്കാൻ പോവാണ്. തൊട്ടടുത്ത ദിവസം തന്നെ അതിൻ്റെ ഓറിയൻറ്റേഷൻ ഉണ്ടാകുന്നതായിരിക്കും. ഈ 2 ഓറിയൻറ്റേഷനും ബാച്ച് ലോഞ്ചും 2 പബ്ലിക് ലൈവ് ആയിരിക്കും. സോ ജോയിൻ ചെയ്തവർ എന്തായാലും ഉണ്ടായിരിക്കണം, ജോയിൻ ചെയ്യാത്തവരും ഇതൊന്ന് അറ്റൻഡ് ചെയ്യുക, കാര്യങ്ങളൊക്കെ മനസ്സിലാവുക. കാരണം നിങ്ങൾ ജോയിൻ ചെയ്താൽ, പിന്നീട് ജോയിൻ ചെയ്താലും ചെയ്തില്ലെങ്കിലും നിങ്ങൾക്ക് എടുക്കാൻ വേണ്ടിയിട്ട്, ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് കുറേ കാര്യങ്ങൾ അതിൽ പറഞ്ഞു തരും. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, നിങ്ങൾ ഒന്ന് അറ്റൻഡ് ചെയ്തിരിക്കുക, കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കുക. ഓക്കെ, എനിവേ നമ്മുടെ ബാക്ക് ടു അവർ ടോപ്പിക്. ഈ പരിപാടി എങ്ങനെ തുടങ്ങും, എങ്ങനെ ഈ ശീലം തുടങ്ങും? സാർ ഞാൻ ജീവിതത്തിൽ ഇതൊന്നും ചെയ്തിട്ടില്ല, ഇങ്ങനെ ഡെയിലി പഠിക്കുന്ന പരിപാടിയൊന്നും എനിക്കില്ല, എങ്ങനെ ചെയ്ത് കൊടുക്കും? മകളെ, നിങ്ങൾ വിചാരിക്കുകയാണ് സാർ ഞാൻ ഇന്ന് 1 മണിക്കൂർ കൊണ്ട് പഠിച്ചു തുടങ്ങാം, നാളെയും 1 മണിക്കൂർ പഠിക്കും, മറ്റന്നാളും 1 മണിക്കൂർ പഠിക്കും, അങ്ങനെ പഠിച്ചുകൊണ്ട് പോയാൽ പോരെ, ഇപ്പോൾ എന്താണ് ഇത്ര വലിയ പ്രശ്നം? ആകെയുള്ള പ്രശ്നം ഇത് നടക്കില്ല, നടക്കാൻ പോകുന്നില്ല. നിങ്ങൾക്ക് ഇങ്ങനത്തെ ശീലം നിങ്ങളൊരു 8ാം ക്ലാസ് മുതൽ നിങ്ങൾക്ക് ഇല്ലെങ്കിൽ ഈ പരിപാടി പെട്ടെന്ന് തുടങ്ങി കഴിഞ്ഞാൽ നടക്കാൻ പോകുന്നില്ല. നിങ്ങൾ ഒരു 4-5 ദിവസം ചിലപ്പോൾ ചെയ്യുമായിരിക്കും, പിന്നീട് അത് നിങ്ങൾക്ക് മടുപ്പാവും, നിങ്ങൾക്ക് മനസ്സിലാവും ഇതൊന്നും നമ്മളെ കൊണ്ട് പറ്റിയ പരിപാടിയല്ല, അത് വേറെ ആരും ചെയ്തോട്ടെ, ഞാൻ എൻ്റെ രീതിയിൽ ചെയ്താൽ പറഞ്ഞിട്ട് നിങ്ങൾ നിങ്ങളുടെ പഴയ എന്താണോ നിങ്ങൾ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിലേക്ക് തന്നെ വീണ്ടും എന്താണതായിപ്പോൾ. കാരണം നിങ്ങളുടെ ബ്രെയിനും മൈൻഡും ഒന്നും അതിന് യൂസ്ഡ് അല്ല, ഇറിറ്റേഷൻ ആയിരിക്കും അങ്ങനെ ഇരിക്കും. ശരിയല്ലേ? നിങ്ങൾ ട്രൈ നോക്കിയിട്ട് നിങ്ങൾക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട്, ഇറിറ്റേഷൻ ആയിരിക്കും അത് ചെയ്യുമ്പോൾ തന്നെ. അപ്പോൾ തന്നെ ഫോൺ ഉപയോഗിക്കാൻ തോന്നുന്നു, ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ തോന്നുന്നു, ഇറിറ്റേഷൻ ആയിരിക്കും. ഇപ്പം നേരെ മറിച്ച് എന്താ ചെയ്യാൻ പറ്റുക? അപ്പം മക്കളിതിന് സിമ്പിൾ സൊല്യൂഷനാണത്. ലോജിക്കലി ആലോചിക്കുക, നമ്മുടെ ബ്രെയിനും മൈൻഡിനും ആ ഒരു പഠനത്തിനോട് ഇരുന്ന് പഠിക്കുക എന്നുള്ള പ്രോസസ്സിനോട് നമ്മൾ യൂസ്ഡ് ആയേ പറ്റുള്ളൂ. നമ്മളെന്ന് പറഞ്ഞാൽ നമ്മുടെ മൈൻഡും ബോഡിയും ബ്രെയിനും ഒക്കെ. അപ്പോൾ അതിനെന്താ ചെയ്യാൻ പറ്റുക? നിങ്ങൾ സിമ്പിൾ രീതി തുടങ്ങുക, ചെറിയ ചെറിയ ഡോസ് കൊടുക്കുക. ആദ്യത്തെ ഒരു 20 മിനിറ്റ് പഠിക്കുക, അത് വലിയ ബുദ്ധിമുട്ടുള്ള പോലെ തോന്നുന്നില്ല അപ്പോൾ ആലോചിക്കുമ്പോൾ. ഇനി അത് ബുദ്ധിമുട്ടാണെന്ന് തോന്നുകയാണെങ്കിൽ 15 മിനിറ്റ് പഠിക്കുക. എന്നിട്ട് മെല്ലെ കൂട്ടിയാൽ മതി. 20 മിനിറ്റ് നിങ്ങൾ മെല്ലെ ഒരു 2-3 ദിവസത്തിൽ 25 മിനിറ്റിലേക്ക് കൂട്ടുക, മെല്ലെ അത് 30 മിനിറ്റിലേക്ക് ആക്കുക, മെല്ലെ 40 മിനിറ്റിലേക്ക് ആക്കുക. അപ്പോൾ ഇത് കൂടുന്നത് അറിയാൻ പോലും പറ്റില്ലാത്ത രീതിയിൽ, അറിയാൻ പോലും തോന്നാത്ത രീതിയിൽ തന്നെ കൂട്ടാം. അപ്പോൾ ഇങ്ങനെ ചെയ്ത് വരികയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ ആലോചിക്കേണ്ട ആവശ്യം പോലില്ല, നിങ്ങളിങ്ങനെ പ്ലാനൊന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ബോഡി, നിങ്ങളുടെ മൈൻഡൊക്കെ എന്താണ്, അതിനോട് യൂസ്ഡായി വരും, നിങ്ങൾ കംഫർട്ടബിളായി വരും. പഠനത്തിനോട് ഇഷ്ടം കൂടുന്നല്ല ഞാൻ പറയുന്നത്, അതൊന്നും നടക്കുന്നുണ്ടാവില്ല. പക്ഷേ നിങ്ങൾക്കത് വലിയ കുഴപ്പമില്ലാത്ത രീതിയിലേക്ക് ആയി വരും. ഇപ്പോൾ നിങ്ങളിപ്പോൾ സ്കൂളിൽ പോകുന്ന പോലെ തന്നെ, സ്കൂളിൽ പോകാൻ ഭയങ്കര ഇഷ്ടം, സ്കൂൾ ശരിക്കും ക്ലാസ്സിൽ ഇരിക്കാൻ വലിയ ഇഷ്ടമൊന്നുമില്ല, പക്ഷേ വലിയ കുഴപ്പമൊന്നും ഒന്നുമില്ലല്ലോ ഇത്രയും മണിക്കൂർ ഇരുന്നിട്ടും. കാരണം അതിങ്ങനെ ശീലമായി വരും, ബോഡിയും അങ്ങനെ ഇരുന്ന് മൈൻഡും അങ്ങനെ ഇരുന്ന് ശീലമായി വരുന്നതുകൊണ്ടാണ്. അപ്പോൾ അതേപോലെ ഒരു ശീലമായി മാറണമെങ്കിൽ സ്റ്റാർട്ട് സിമ്പിൾ, സ്റ്റാർട്ട് സ്ലോ. എന്നിട്ട് തീർച്ചയായും നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു 1 മന്തിലേക്കൊക്കെ 1 മന്തിനുള്ളിൽ തന്നെ അത് 1 അവറിലേക്ക് ശീലാക്കി കൊണ്ടുവരണം. ഒരു 2 മന്ത്സ് ആകുമ്പോഴത്തേക്ക് 2 hours, പിന്നെ ഒബ്വിയസ്ലി നിങ്ങൾക്കറിയാം +2 ഒക്കെ നന്നായിട്ട് പഠിച്ചെടുക്കണം, കുറച്ച് കഴിയുമ്പോൾ 2 to 3 hours നിങ്ങൾ കൊണ്ടുവന്നേ പറ്റുള്ളൂ. പക്ഷേ അത് ഇൻക്രിമെൻ്റൽ ആയിട്ട് കൊണ്ടുവരിക, അല്ലാണ്ട് ഒരു ദിവസം 1 മണിക്കൂർ പഠിച്ചു, അടുത്ത ആഴ്ച ആകുമ്പോൾ ഞാൻ ഇനി 2 മണിക്കൂർ പഠിക്കും, അങ്ങനെയൊക്കെ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ആ പരിപാടി തന്നെ ഫ്ലോപ്പ് ആവുള്ളൂ. ഓക്കെ, ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ സൊല്യൂഷൻ. ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്താൽ നിങ്ങൾക്ക് നല്ലത്. ഇംപ്ലിമെൻറ്റ് ചെയ്തില്ലെങ്കിൽ ഇവിടെ ഒരു വീഡിയോ നിങ്ങൾ കണ്ടു, മറ്റൊരു വീഡിയോ നിങ്ങൾ കണ്ടു, നിങ്ങൾ നിങ്ങളുടെ പഴയതിലേക്ക് പോയി, പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഗുണമൊന്നും ഉണ്ടാവില്ല. ഇത് ചെയ്യാൻ നിങ്ങൾ റെഡി ആണെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇടേണ്ട ആവശ്യമൊന്നുമില്ല. +2 കുട്ടികളാണ് നിങ്ങൾ, അങ്ങോട്ട് പരിപാടി തുടങ്ങുക. ഓക്കെ, ഇനി ഇതെങ്ങനെ, എവിടുന്ന് ക്ലാസ്സൊക്കെ കണ്ട് തുടങ്ങും മക്കളെ? നമ്മുടെ ഉയരെ ബാച്ച് തുടങ്ങുകയാണ്, അറിയാലോ. നാളെ അതിൻ്റെ ബാച്ച് ലോഞ്ച് ആയിരിക്കും. അപ്പം എല്ലാ ഡീറ്റെയിൽസും നാളെ പറഞ്ഞുതരും. മറ്റന്നാൾ അതിൻ്റെ ഓറിയൻറ്റേഷൻ ആയിരിക്കും. എങ്ങനെ ക്ലാസ്സുകൾ ഉപയോഗിക്കണം, എങ്ങനെ ക്ലാസ്സുകൾ കാണണം, എല്ലാ ഡീറ്റെയിൽസും മറ്റന്നാൾ ഓറിയൻറ്റേഷനിൽ പറഞ്ഞു തരുന്നതായിരിക്കും. അതിൽ പങ്കെടുക്കുക. ഓൾറെഡി ജോയിൻ ചെയ്തവരല്ലെങ്കിൽ, ജോയിൻ ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ താഴെ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്, വാട്സപ്പ് ചെയ്യുക, വേഗം തന്നെ അഡ്മിഷൻ എടുക്കുക. നിങ്ങൾക്ക് ഫസ്റ്റ് ദിവസം മുതൽ, ഫസ്റ്റ് ക്ലാസ് മുതൽ തന്നെ കിട്ടി തുടങ്ങണമെങ്കിൽ നിങ്ങൾ വേഗം തന്നെ അഡ്മിഷൻ എടുക്കാം. ഓക്കെ, അപ്പോൾ അത്രേ പറയാനുള്ളൂ.
ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയെങ്കിൽ ഒരു കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇടുക, ലൈക്ക് അടിക്കുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. ഓക്കെ, മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.